ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ മനുവിൻ്റെ അടുത്ത് അലീന പറയുന്നുണ്ട്, എനിക്കിവിടെ എങ്ങനെ പെരുമാറണം എന്നറിയത്തില്ല, എങ്ങനെയൊക്കെ സ്വാതന്ത്ര്യം എടുക്കാൻ പറ്റുമെന്നറിയത്തില്ല, എന്തൊക്കെ കാര്യങ്ങളാണ് ഒളിച്ചു വെക്കേണ്ടതെന്ന് അറിയത്തില്ല, ആകെപ്പാടെ ഒരു പേടിയാണ് മനുവേട്ടാ എൻ്റെ കൂടെ തന്നെ വേണം എന്നൊക്കെ വളരെ സങ്കടത്തോടെയാണ് നമ്മുടെ മനുവിനോട് സംസാരിക്കുന്നത്. എന്നിട്ട് ചോദിക്കും, അവിടുത്തെ കാര്യം എന്തായി, മേഡം എത്തിയോ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ മനു പറയുന്നുണ്ട്, ഇവിടെ ഭയങ്കര ടെററാ, ഇനി അങ്കിള് വന്നാൽ എന്താവുമോ എന്തോ എന്ന് പറയാൻ കേട്ടോ. മനുവിനെ വിളിച്ചു കഴിഞ്ഞതിന് ശേഷം നേരെ വിളിക്കുന്നത് നമ്മുടെ രോഹിയാണ്. അങ്ങനെ രോഹിയെ വിളിക്കുന്നത് അലീനയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ബബിയും കൃഷ്ണയും ഒക്കെ കൂടി ഓടി വരികയാണ്. എന്നിട്ട് ബബി ഫോൺ അങ്ങ് മേടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും രോഹിത് അതൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ അവർ ലൗഡ് സ്പീക്കറിലിട്ട് സംസാരിക്കുകയാണ്. അവിടുത്തെ വിശേഷങ്ങളൊക്കെ തിരക്കാണ്. അന്നേരം നമ്മുടെ അലീന പറയും, ഇവിടെ പപ്പായും 2 ജോലിക്കാരും മാത്രമാണ് ഉള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ കൃഷ്ണമോൾക്കാണ് കേട്ടോ പേടി. കൃഷ്ണമോൾ ചോദിക്കും, 3 ആണുങ്ങൾ മാത്രമുള്ള വീട്ടിലേക്ക് അച്ഛൻ കൊണ്ടുവിട്ടപ്പോൾ ചേച്ചിക്ക് പേടിയാവുന്നില്ലേന്ന്. അന്നേരം ബബി പറയുന്നുണ്ട്, ഇതിനിപ്പോൾ അച്ഛനെ പറഞ്ഞാൽ മതിയല്ലോ, അച്ഛനല്ലേ അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്നങ്ങ് പറയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാലേന്ദ്രൻ കടപ്പാട്ടൂരിലേക്ക് തിരികെ എത്താണ്. അവിടെ ചെല്ലുമ്പോഴേ നമ്മുടെ വൈജ ഉണ്ടല്ലോ കോർക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അവളെ എവിടെ കൊണ്ടുവിട്ടു എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അവളെ ഞാൻ സേഫ് ആക്കി വിട്ടിട്ടുണ്ടെന്ന് പറയുന്നത് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ നമ്മുടെ വൈജ മേഡത്തിന്. ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. അന്നേരം ബാലേന്ദ്രൻ അങ്ങ് കൂളായിട്ട് കയറിപ്പോകുന്ന ഒരു അടിപൊളി പ്രമോ ആയിരുന്നു കേട്ടോ ഇന്നത്തേത്.